പുളിഹോര. ഇത് പുളിവെള്ളത്തിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയും ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം കുറുക്കിയെടുത്ത പുളിയുടെ പൾപ്പാണ്. നമുക്ക് പിന്നെ ചോറിൻ്റെ അരിയായിട്ട് വേണ്ടത് ബിരിയാണിയുടെ അരിയാണ്. അത് നല്ലോണം ഒന്ന് വേവിച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളക്, പച്ചമുളക്, ഉഴുന്ന്, പരിപ്പ്, കപ്പലണ്ടി, തൊലി കളഞ്ഞത്, വറുത്ത കപ്പലണ്ടി. ആ വേവിച്ച് വെച്ച ചോറിലേക്ക് നമ്മുടെ പുളിയുടെ അനുസരിച്ച് ഉള്ള പുളിയുടെ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ബാലൻസ് പുളിയുടെ പൾപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക്, ഉഴുന്ന്, പരിപ്പ്, കപ്പലണ്ടി ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില ഇടാൻ മറക്കരുത്. മെയിൻ ഐറ്റമാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ എത്ര ചോറാണ് എടുത്തിട്ടുള്ളത് അത്രയും ചോറിലേക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ മിക്സ് ഉണ്ടല്ലോ അത് നമ്മുടെ ആ ചോറിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കുക. ഇത് സംഭവം ചൂടോടെ കഴിക്കുന്നതിനേക്കാളും സ്വാദം ഉണ്ടാവുക ചൂടാറി കഴിക്കുമ്പോഴായിരിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.